നമസ്തേ. ഇവിടെ ഞാനുണ്ടാക്കിയ ചെറിയ കൃഷികളാണ് ഇതെല്ലാം. ഒരുപാട് വർഷങ്ങളായി ഓരോന്ന് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴിതെല്ലാം തീർന്ന അവസ്ഥയിലാണ്. ഇനി വളം ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കി ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എല്ലായിടത്തും വീടുകളും ഉണ്ട്. പക്ഷേ എനിക്ക് ഉള്ള സ്ഥലം വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ ഞാൻ ചെയ്യുന്ന കൃഷികളാണിതൊക്കെ. നമ്മൾ എല്ലാം ചെയ്താൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകും. കാര്യമായിട്ട് വേണ്ടത് വളമൊന്നും ചെയ്യുന്നില്ലെങ്കിലും വെള്ളം കൊടുക്കണം. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമ്മുടെ പഴയ കഞ്ഞിവെള്ളം, അങ്ങനെ ചായപ്പൊടി, ഇടവെള്ളം, അങ്ങനെയൊക്കെ വല്ലതും, കറി കഴുകിയ വെള്ളം, ഇങ്ങനെയെല്ലാം ഒഴിച്ചു കൊടുക്കുക. ഒരു വളക്കൂട്ട് പോലെ ആയിരിക്കും അത്. ഇപ്പോഴിതാ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു മുരിങ്ങ. ഈ മുരിങ്ങയുടെ കൊമ്പുകളാണിത്. ചിലർ പെട്ടെന്ന് മുരിങ്ങയുടെ കൊമ്പെടുത്തിട്ട് മണ്ണിൽ കുത്തും. അങ്ങനെയാകുമ്പോൾ അത് ഉണങ്ങിപ്പോവും. എപ്പോഴും മുരിങ്ങയുടെ കമ്പുകൾ, അത് തടി വണ്ണം വേണം എന്നോ വണ്ണം കുറവ് അങ്ങനെയൊന്നുമില്ല. ഉള്ളത് ക്രമത്തിൽ അത്യാവശ്യം നമ്മൾ പാകത്തിന് മുറിച്ചെടുത്ത് വെയിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അത് മുറിച്ചെടുത്തത് എങ്ങനെയാണോ ആ കടഭാഗം താഴത്തേക്ക് വെച്ച് മുകൾ ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് കുത്തി വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ബോഡിയിലുള്ള കറ, ഒരു പച്ചക്കറ ഉണ്ടാവും, അത് ഉണങ്ങണം, അത് വറ്റിപ്പോണം. ഒരു 1 വീക്കെങ്കിലും, അത്രയില്ലെങ്കിൽ ഒരു 5 ദിവസമെങ്കിലും ഇതെല്ലാം ശരിയാവാൻ സമയം പിടിക്കും. അതിന് ശേഷം നമ്മൾ കുഴി കുഴിച്ച് അത്യാവശ്യം മണ്ണുള്ള സ്ഥലങ്ങളിൽ, വലിയ ചെടിച്ചട്ടികളിലും നമുക്ക് മണ്ണിട്ട് ഇത് ചെയ്യാവുന്നതാണ്. കുറച്ച് മണലോ മണ്ണിൻ്റെ കൂടെ കരിക്കട്ടയോ ഒക്കെ ഏത് കൃഷിക്കും നമുക്ക് ചട്ടിയിൽ വളർത്തുന്നതിന് ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഞാനിപ്പോഴിതാ കറിവേപ്പില, ഇതിൽ കാര്യമായ യാതൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ വളരാൻ തുടങ്ങിയിട്ട് 1 വർഷമായി, ഇത്രയേ ആയിട്ടുള്ളൂ. എങ്കിലും മറ്റു ചിലർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്നും പിടിക്കാതെ പോയിട്ടുണ്ട്. ഞാനെല്ലാം വെറും ജലാംശം കൊടുക്കുന്നുണ്ട്. പിന്നെ സാധിക്കുമ്പോൾ നമ്മൾ തന്നെ ഉണങ്ങിയ ചാണകമോ അല്ലെങ്കിൽ പച്ച ചാണകമോ, അതല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റ്, അങ്ങനെ വല്ലതുമൊക്കെ ഒഴിച്ചു കൊടുക്കും. ഏറ്റവും നമുക്ക് അതിന് വെള്ളം കൊടുക്കേണ്ട സമയം അതിരാവിലെ, പിന്നെ സന്ധ്യ കഴിഞ്ഞ്. അങ്ങനെ ആകുമ്പോൾ തറയിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രതലത്തിലാണോ ഇത് പാകിയിരിക്കുന്നത് അവിടെ അത് വെള്ളം അംശം പിടിച്ച് കിട്ടും. അതെല്ലാം നല്ല വെയിലിൽ ഈ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആ വേരുകൾ പിടിക്കില്ല, അത് പെട്ടെന്ന് നശിച്ചു പോകും, ജലാംശം നഷ്ടപ്പെടും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.